രേഖേ, ആ ബാലു, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എനിക്ക് എന്റെ കസിന്റെ വീട് വരെ ഒന്ന് പോകണം. കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഒന്ന് ഷോപ്പിങ്ങിന് പോകാമായിരുന്നു. ഒന്ന് രണ്ട് കൂട്ടം സാധനങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേ സാറേ, സാറ് ഇവിടെയൊന്നും അല്ലേ? നമ്മളിപ്പോഴല്ലേ ആകാശത്ത് നിന്ന് കൊണ്ട് പോകുന്നത്. കുറച്ചു നേരമെങ്കിലും ഭൂമിയിൽ നിന്നൂടെ? പാർട്ടി തൊട്ടടുത്ത മുറി തന്നെ ഉണ്ടല്ലോ. ഒന്ന് പോടി. I'll be back in the morning. Thank you. ആഹാ, ഞാൻ പോകാൻ കാത്തിരിക്കായിരുന്നു. അടങ്ങുന്ന കിടന്നു കേട്ടോ. രാവിലെ വരാവളേ. പോയോ? I'm sorry. Get me room number 79. ഹലോ. ഞാനാ. എന്താ പരിപാടി? ഒന്നുമില്ല. ആശ കുളിക്കാണ്. പിന്നെ തന്നൊന്ന് കാണണമല്ലോ. ദേവരാജനെ ഏതോ കസിനെ കാണാനെന്നും പറഞ്ഞ് മുങ്ങിയിരിക്കുക. എന്താണ് പോണെന്നറിയില്ല. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നെങ്കിൽ ബാലേട്ടനും പുറത്തുനിന്ന് ചുറ്റാൻ പോകാമായിരുന്നില്ലേ? ആ താനിവിടെ ഉള്ളപ്പോഴും. പിന്നെ തനഞ്ഞോട്ട് വന്നേ. അയ്യോ, ആശ ഇപ്പൊ കുളിച്ചു വരും. അവരെ തനിക്ക് ഏതെങ്കിലും കസിന്റെ വീട്ടിൽ പറഞ്ഞയച്ചൂടെ? താനൊരു കാര്യം ചെയ്യണം. ഉറങ്ങാൻ കിടക്കുമ്പോ ആശ അറിയാതെ സ്ലിപ്പ് ചെയ്ത് വരെ വരണം. അയ്യോ, ഞാനില്ല. എടോ, കുറച്ചേരം സംസാരിച്ചിരിക്കാവടോ. ആശ അറിഞ്ഞാൽ? ഓ, ആ പാർട്ടി ഒരു 3-4 ഒളിമ്പിക്സ് കഴിഞ്ഞതല്ലേ. ആശ ഉറക്കം പിടിച്ച് കഴിയുമ്പോ താൻ പതുക്കെ വിളിഞ്ഞു പോരാ. ആശ കുളി കഴിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ കാത്തിരിക്കും. വെറുതെ എന്നെ കൊണ്ട് ഉറക്കളപ്പിക്കരുത്. ഞാൻ പോട്ടെ. ഇത്ര പെട്ടെന്ന് പോകാനാണ് പിന്നെ താനെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇരിക്കെ. എന്താ ഒന്നും മിണ്ടാത്തത്?
എനിക്ക് എനിക്ക് ഹോട്ടൽ മുറിയിൽ വെച്ച് ഞങ്ങളുടെ മനസ്സുകൾ മാത്രമല്ല ശരീരം ഒന്നായി തീരുകയായിരുന്നു. എന്റെ ബാലേട്ടൻ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സത്യം അറിഞ്ഞത്. എന്റെ വയറ്റിൽ ബാലേട്ടന്റെ ജീവൻ വളരുന്നെന്ന് സത്യം. അങ്ങനെ ഞാൻ രമ്യമോളെ പ്രസവിച്ചു. നിന്റെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്നല്ലേ നീ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്? വിവാഹം കഴിക്കാതെ അമ്മയായ ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സമൂഹം അവളെ പിഴച്ചവളെന്ന് മുദ്ര കുത്തില്ലേ? ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഉണ്ടാക്കിയ കെട്ടുകഥയാണ് എന്റെ വിവാഹവും ഭർത്താവിന്റെ ആക്സിഡന്റും. അപ്പോൾ അയാൾ നിന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? ആ മനുഷ്യൻ മറ്റൊരു കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപ് ഈ സത്യം അയാളുടെ അച്ഛനോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവിവാഹിതയായ ഒരു അമ്മയായി നിനക്ക് ജീവിക്കേണ്ടി വരും. വേണ്ട സൂസി, എന്റെ ജീവിതമോ തകർന്നു. ബാലേട്ടനെങ്കിലും സുഖമായി ജീവിക്കട്ടെ. എന്റെ വേദനകളും ദുഃഖങ്ങളുമായി ഞാനിവിടെ കഴിഞ്ഞോളാം. സുഖമില്ലാതിരിക്കുന്ന മേനോൻ സാറിനെ കൂടി എന്തിനു വേദനിപ്പിക്കണം? എന്റെ വിധി ഇതാണ്.